ഒരു പേരിലേക്ക് തന്നെ നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ടാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെ 9 മുതിർന്ന നേതാക്കളെ ഇന്നലെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി ഓരോരുത്തരെയും പ്രത്യേകം കണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയത്. അവരുടെ എല്ലാം അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒടുവിൽ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ വി.ഡി. സതീശന് അനുകൂലമായി ഘടകകക്ഷികളിൽ പ്രത്യേകിച്ച് ലീഗ് നേതൃത്വം വലിയ സമ്മർദ്ദ നീക്കം നടത്തിയിരുന്നു. അതിൽ കടുത്ത വിയോജിപ്പാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ട സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളിൽ 5 പേരിലധികം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമല്ലേ, അതിൽ മറ്റൊരു വലിയ ബാഹ്യസമ്മർദ്ദം ഉണ്ടാകുന്നത് എങ്ങനെ അംഗീകരിക്കാനാവും എന്ന നിലപാടാണ് കെപിസിസിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അടക്കം ഒരു വിഭാഗം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ പരിഗണിക്കണം എന്ന ആവശ്യം ആണ് ലീഗ് നേതൃത്വം ഒടുവിൽ ദീപാദാസ് മുൻഷിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അവരോട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളെയും എംഎൽഎമാരെയും എംപിമാരെയും ഒന്നും പിണക്കാത്ത തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. അതിൽ വ്യക്തത വരാനുള്ളത് വലിയ എതിർപ്പ് കെ.സി. വേണുഗോപാലിനെതിരെ സംസ്ഥാനത്തുടനീളം അദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന പേരിൽ വലിയ എതിർപ്പ് വി.ഡി. സതീശൻ പക്ഷം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയത്. അതിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു തരത്തിലും അത്തരം നീക്കങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിരിക്കുമോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. എന്തായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം.